എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ ആത്മാവിനെ സഹായിക്കാനായി ഒരു പ്രധാന ദൂതൻ അല്ലെങ്കിൽ ഒരു ദേവൻ അല്ലെങ്കിൽ ഒരു ഉപാസനാമൂർത്തി ഇല്ലെങ്കിൽ ഒരു കാവൽ മാലാഖ ഇങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാനായി നിൽക്കുന്ന ഒരു പ്രധാന അദൃശ്യ ശക്തിയുണ്ട്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞപ്പോൾ പലരും അതിലൂടെ പല സംശയങ്ങൾ ചോദിച്ചു. ഈ ഉപാസനാമൂർത്തിയെ നമ്മൾ ഉപാസിക്കണ്ടേ? അപ്പൊ ഇത്രയും നാളും ഞാൻ എന്റെ ഉപാസനാമൂർത്തിയായി കരുതിക്കൊണ്ടിരുന്നത് ഇപ്പൊ നേരത്തെ സൃഷ്ടാവ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി അത് ചെയ്യാമോ? അപ്പൊ നമുക്ക് ഉപാസനാമൂർത്തിയല്ലേ ശരിക്കും നമ്മുടെ ആ ഗാർഡിയൻ ഏഞ്ചലല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നത്, ചെയ്തു തരുന്നത്? അപ്പൊ ഇങ്ങനെ പല സംശയങ്ങൾ ഇതിനോടകം എനിക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മെസ്സേജ് തയ്യാറാക്കുന്നത്. നമ്മുടെ ആത്മാവിനെ സഹായിക്കാനായിട്ട് നമുക്കൊരു പ്രധാന ഒരു ദേവൻ ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, നമ്മുടെ പ്രധാന അധ്യാപകൻ. അതാണ് നമ്മുടെ ഇൻചാർജ്. ബാക്കി ഒരുപാട് അധ്യാപകരുണ്ട്, പക്ഷെ അവരൊക്കെ നമ്മളെ പല രീതിയിൽ പഠിപ്പിക്കും. പക്ഷെ നമുക്ക് ഇൻചാർജ് ആയിട്ട് ഒരു ക്യാപ്റ്റൻ പോലെ ഒരു ടീച്ചർ നമുക്ക് കാണും. അതേപോലെ തന്നെയാണ് ഒരുപാട് അദൃശക്തികൾ ചേർന്നാണ് നമ്മുടെ സകലമാന കാര്യങ്ങൾ നോക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്, ഒരു പ്രധാന ദൂതനുണ്ട്. ആ ദൂതൻ വഴിയാണ് മറ്റ് അദൃശക്തികളെല്ലാം ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പൊ ഈ പ്രധാന ദൂതന് അല്ലെങ്കിൽ പ്രധാന ദേവന് പ്രകൃതിയിൽ നിന്നും വേണ്ട ഇൻഫർമേഷൻസ്, അതായത് ദൈവത്തിൽ നിന്ന് വേണ്ട ഇൻഫർമേഷൻസ് സമയസമയം കിട്ടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് മറ്റ് അദൃശക്തികൾക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കും. ഇവരും ഒക്കെ ചേർന്നാണ് നമ്മുടെ നിമിത്തങ്ങളും നമ്മുടെ വിധിയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പോക്കനുസരിച്ചും നമ്മുടെ ജീവിതം അനുസരിച്ചാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം പ്ലാനിങ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ പണ്ടത്തെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ പണ്ടത്തെ ഗുരുക്കന്മാർ ഈ വിധ കാര്യങ്ങൾ ശിഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഇങ്ങനെയുള്ള സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഓരോരോ സാറന്മാരെ നമ്മൾ മാനിക്കാനും അവർക്ക് വേണ്ട അവരെ പ്രീതിപ്പെടുത്താനൊക്കെ തുടങ്ങിയത്. ശരിക്കും അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളൊരു ഹോട്ടലില് നമ്മളൊരു ആഹാരം കഴിക്കാൻ കയറുമ്പോൾ ആ വെയിറ്റർ നമുക്ക് ആഹാരം കൊണ്ട് തരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ടിപ്പായിട്ട് എന്തെങ്കിലും കൊടുക്കും. എന്ന് പറയാം, ടിപ്പ് കിട്ടിയില്ലെങ്കിലും അവർ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യില്ലേ? പക്ഷെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യും. അതേപോലെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ ദേവന്മാർക്ക് അല്ലെങ്കിൽ ഈ മാലാഖമാർക്ക് നമ്മൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ അവരെ പ്രസാദിപ്പിക്കും. കുഴപ്പമൊന്നുമില്ല, ഇതങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് അതിന്റെ വ്യവസ്ഥ. പക്ഷെ ഈ കാലഘട്ടത്ത് ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ, പണ്ട് കറക്റ്റായി എല്ലാം ചെയ്തുകൊണ്ടിരുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലെവൽ പണ്ടുണ്ടായിരുന്നു. ഗുരുക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യും, ഞാൻ ഉൾപ്പെടെ അത് ചെയ്യും. എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന അത്ര ശക്തികളെയൊക്കെ ഞാൻ പ്രീതിപ്പെടുത്താറുണ്ട്. പക്ഷെ ഈ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുക എന്ന് അതല്ല അതിന്റെ ശരി. അത് വഴി മാറിപ്പോവുകയാണ്. പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് ചെയ്യുന്നത് പോലെ അത് ആ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് ഈ കല്ലുകൾ പതിച്ച മോതിരിടുന്നത്, ആഭരണങ്ങൾ ധരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് അവരുടെ സ്വാധീനം കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിപ്പോ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ് അവിടെ പ്രശ്നം. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, നമ്മൾ പ്രകൃതി വ്യവസ്ഥകൾ തിരിച്ചറിയുന്നില്ല, ഇത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് ബോധിച്ചതുപോലെ എല്ലാം ജീവിച്ചിട്ട് നമ്മുടെ ഉപാസനാമൂർത്തിയെ കണ്ട് കാര്യം ചെയ്ത് നടത്തി തരണേ എന്ന പ്രാർത്ഥനയും മറ്റ് അദൃശ്യ ശക്തികൾ നമ്മളെ സഹായിക്കുന്ന പല അദൃശ്യത്തിലുണ്ടല്ലോ. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ ഒളിപ്പോസിൽ പ്രീതിപ്പെടുത്തി കാര്യം സാധിക്കാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അത് മാത്രമല്ല, അവനവന് ബോധിച്ച രൂപങ്ങളൊക്കെ ഒത്തി ഉണ്ടാക്കി ഇതൊക്കെയാണ് എന്റെ സഹായിക്കുന്ന ദേവന്മാർ അല്ലെങ്കിൽ മാലാഖമാർ എന്ന രീതിയിൽ ഭാവന രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ആ രൂപങ്ങളെയൊക്കെ ആശ്രയിച്ച് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ രൂപങ്ങളിലൂടെയെല്ലാം അല്ലെങ്കിൽ ഈ ഭാവന ചിത്രങ്ങളിലൂടെയെല്ലാം ഇപ്പൊ നമ്മളെ കുലുക്കി വെച്ചിരിക്കുന്നതെല്ലാം കുറെ ആസുരിക പൈശാചിക ശക്തികളാണ്. അപ്പൊ ഇത് മൊത്തം ഇങ്ങനെ അബീല പരുവത്തിലായതുകൊണ്ടാണ് പിന്നീടുള്ള മതങ്ങളിലൂടെ അല്ലെങ്കിൽ പിന്നീട് വന്ന ദൈവപുരുഷന്മാർ ശരിക്കും സൃഷ്ടാവ ദൈവത്തെ മാത്രം ധ്യാനിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ആ ദൈവത്തിൽ നിന്നും ഈ അദൃശക്തികൾ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്തോളും, ഈ അദൃശ്യ ശക്തികളുടെ പിറകെ അന്വേഷിച്ച് പോവുകയോ അവരെ പ്രീതിപ്പെടുത്താൻ പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ പഠിപ്പിച്ചതെല്ലാം ഇങ്ങനെ സകലരും വഴിതെറ്റിപ്പോയത് കൊണ്ടാണ്. ഇതിപ്പം ഭാരതത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഇതേ പ്രശ്നം തന്നെയാണ്. ഓരോരോ പവേഴ്സുകൾ തന്നെയാണ് ഭൂമിയുടെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവരെയൊക്കെ പ്രീതിപ്പെടുത്തി പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം ഇതാണ്, ശരിക്കും മനുഷ്യന്റെ അറിവ് അല്ലെങ്കിൽ ഈ വിധ കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയിൽ
നമ്മൾ ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തുന്നു എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന രൂപങ്ങളിലൂടെയും നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ആ പേരുകളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നതെല്ലാം ഇപ്പോ ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്ന പൈശാചിക ശക്തികളാണ്. അത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആയിപ്പോയത്, അത്രപേരും കൂടിപ്പോയത് കൊണ്ടാണ്. എന്നിലൂടെയെല്ലാം നമ്മൾ ഇനി ഇതിന്റെയൊക്കെ പിറകെ അന്വേഷിച്ച് പിടിച്ച് പോകണ്ട. നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തി ഇത് ഇന്ന ശക്തികളാണ് എന്റെ കാര്യങ്ങൾ നോക്കുന്നത്, അത് ആരാണ് എന്താണെന്നൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് അവനെ അല്ലെങ്കിൽ ആ ദേവനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകാം. തെറ്റൊന്നുമില്ല. പക്ഷെ അതിനുള്ള കഴിവ് ആർക്കുണ്ട്? അത് വേണമെങ്കിൽ ആദ്യം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ആത്മാവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ദർശനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലെവലിൽ നിങ്ങൾ ഉയർന്നു വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ നിങ്ങളുടെ കാവൽ മാലാഖയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ആരാണ് ഏതാണ് തിരിച്ചറിയാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങളുടെ ആത്മാവിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് അങ്ങനെ ചെയ്യാം. അത് അവരവർ തന്നെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയാൽ അവിടെ തെറ്റിപ്പോവില്ല. അപ്പം അതിന് നിങ്ങൾക്ക് അപ്പോഴത്തേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ കണ്ട രൂപങ്ങളോ നിങ്ങൾ സങ്കല്പിച്ച രൂപങ്ങളോ ഒന്നും അല്ല ശരിക്കും ഇതിന്റെയൊക്കെ അല്ലെങ്കിൽ ഈ ശക്തികളുടെ രൂപമൊന്ന് നിങ്ങൾക്ക് അപ്പോഴേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനെ പ്രീതിപ്പെടുത്താം. പ്രീതിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയല്ല. അവിടെ എന്റെ കാര്യം സാധിച്ചു തരണേ, എന്നെ പ്രശ്നം മാറ്റി തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നടക്കൂല. അത് ആദ്യം മനസ്സിലാക്കണം. പ്രകൃതിയുടെ വ്യവസ്ഥകളനുസരിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു അതനുസരിച്ച് ഈ അദൃശക്തികൾ അല്ലെങ്കിൽ ഈ പ്രധാന ദേവനും ഒക്കെ നിങ്ങളെ കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ. പക്ഷെ ഒരൊറ്റ ഗുണമെന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ തക്ക ശിക്ഷകളും ഉള്ളിൽ നിന്നും തോന്നല് പോലെ ഉപദേശങ്ങളും ചിലപ്പോൾ ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് എത്തിക്കഴിഞ്ഞാൽ അതേ ലെവലിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കിച്ച് നിങ്ങളെ നേർവഴിക്ക് നയിക്കാനുള്ള ഡ്യൂട്ടി ഇവർ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കാവൽ അല്ലെങ്കിൽ പ്രധാന ദൂതൻ നിങ്ങളെ സഹായിക്കും. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ദൂതന്മാരെ അല്ലെങ്കിൽ ഈ ദേവന്മാരെയൊക്കെ നിങ്ങൾ പ്രീതിപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ നിങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ ഞാൻ പറയാത്തതിന്റെ കാരണം ശരിക്കും നമ്മൾ അങ്ങനെ കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ആത്മീയമായി വളർന്നു വരാനോ ഈ കണ്ടെത്തിയ സത്യങ്ങളിലൂടെ പോകാനൊന്നും നമുക്ക് പറ്റൂല. കാരണം ഇത്തിരി പാടാണ്. അതിനെക്കാട്ടി എളുപ്പ വഴിയാണ് നേരിട്ട് ആ പ്രപഞ്ചമാകുന്ന അല്ലെങ്കിൽ ആ സൃഷ്ടാവായ ദൈവമാകുന്ന ആ അദൃശ്യ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ആ ദൈവമേ എന്ന് വിളിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ പറയുക ചെയ്യുക. ഈ അദൃശക്തികളിലൂടെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശക്തികളെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിൽ വരുന്നില്ല. കാരണം സമയം വളരെ ചുരുക്കമേ ഉള്ളൂ. ഒരു ദൈവകോപം അല്ലെങ്കിൽ ന്യായമായ ശിക്ഷയും വിധിയൊക്കെ ഭൂമിയിൽ ദൈവം ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഗവേഷണങ്ങളും പരീക്ഷണങ്ങളുമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളും വിഷയങ്ങളും നമുക്ക് വിട്ട് മാറൂല. അത് കൂടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ആ ദൈവത്തോട് അടുക്കാനുള്ള വഴി ഈ എളുപ്പ മാർഗത്തിലൂടെ ആ ദൈവത്തിലേക്ക് എത്താനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിലോട്ട് എത്തുക. നമ്മുടെ സൃഷ്ടാവ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന അതിഗാഠമായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉള്ളുരുകി പോകുമ്പോഴാണ് ഈ 7th ഡയമെൻഷനിലോട്ട് ആ പ്രാർത്ഥന പോകുന്നത്. ഇത് നമ്മുടെ ഉള്ളിലൂടെ തന്നെയാണ് ആ ഡയമെൻഷനിലോട്ട് എത്തുന്നത്. അത് ആഴത്തിൽ സൂക്ഷ്മതലത്തിലോട്ട് ആ പ്രാർത്ഥന പോകുമ്പോൾ ആ ദുഃഖം പോകുമ്പോഴാണ് ഈ 7th ഡയമെൻഷൻ വരെ അത് എത്തുന്നത്. അപ്പൊ എത്തുമ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും അതിനുള്ള റിപ്ലൈ തിരിച്ചു വരുമ്പോൾ നേരിട്ട് നമ്മളിലേക്ക് അല്ല അത് വരുന്നത്. തിരിച്ച് നമുക്കുള്ള സൊല്യൂഷൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ഈ 7th ഡയമെൻഷന് അപ്പുറത്തുള്ള ആ ദൈവത്തിൽ നിന്നും നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ഈ പ്രധാന ദേവന്റെ കയ്യിലോട്ടാണ് അതിന്റെ മറുപടി വരുന്നത്. എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ പ്രാർത്ഥന അവിടെ എത്തുന്നുണ്ട്. അപ്പം ചില കാര്യത്തിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശിക്ഷ മതിയാക്ക്, ഇല്ലെങ്കിൽ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടി നിൽക്കുന്ന ഈ ദേവന്മാരിലോട്ടോ അല്ലെങ്കിൽ അദൃശക്തിയിലോട്ടാണ് പ്രാർത്ഥനയുടെ മറുപടി വരുന്നത്. അവിടെ നിന്നാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ രീതിയിൽ നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇടയിൽ നിൽക്കുന്ന ഈ ശക്തികളെ നമുക്ക് തള്ളിക്കളയാനും പറ്റൂല. കാര്യം എവരാണല്ലോ നമുക്ക് വേണ്ടി നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സകലമാന സാറന്മാരെ നമ്മൾ മാനിക്കണം. പക്ഷെ ഒരു പ്രിൻസിപ്പാളുണ്ട്. ഇനി പ്രിൻസിപ്പാളിന്റെ മുകളിലും ഉണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥർ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മളുടെ ഒരു കാവൽ മാലാഖ അല്ലെങ്കിൽ ഒരു ഉപാസന മൂർത്തി നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ കാര്യം അത് ചെയ്തു തരണേ ഇത് ചെയ്തു തരണേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമത്തിൽ നിന്ന് തെറ്റി ഒരു കാര്യങ്ങളും ഈ നമ്മുടെ ശരിക്കുള്ള ഉപാസന മൂർത്തി ചെയ്തു തരില്ല. പക്ഷെ ഇതിനിടയിൽ കയറി കാര്യം സാധിച്ചു തരുന്നത് ഈ ഉപാസന മൂർത്തി അല്ല, ഈ അസുരന്മാരായി നിൽക്കുന്ന ഈ പൈശാച ശക്തികളാണ്. പെട്ടെന്ന് ഇടയിൽ കയറി നമ്മളുടെ കാര്യങ്ങൾ ചിലത് സാധിച്ചു തരും. നമ്മൾ തെറ്റ് ചെയ്താലും അതിലൂടെ ഒരു ഗുണം തരുന്നതെല്ലാം ഈ പൈശാചിക ശക്തികളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ പൈശാചിക ശക്തികൾ നമുക്ക് സഹായിക്കുന്നു. കാര്യം നമ്മൾ ചില സാങ്കല്പിക രൂപങ്ങളിലൂടെയും സാങ്കല്പിക കൃത്രിമ പേരുകളിലൂടെയൊക്കെ നമ്മൾ ഇതാണ് നമ്മുടെ ദേവൻ, നമ്മുടെ കാവൽ മലാഖ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ പിറകെ പോകുമ്പോൾ
ഇതിലൂടെ ഈ നെഗറ്റീവ് ആശ്രിക ശക്തികളാണ് ഇടയിൽ കയറി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ദൈവത്തിൽ നിന്നും നിയോഗിക്കപ്പെട്ട ആ ഉപാസനാമൂർത്തി വളഞ്ഞ വഴിയിലൂടെയും നമ്മളെ കാര്യങ്ങളൊന്നും സാധിച്ചു തന്ന് നമ്മളെ വഴി തെറ്റിച്ചു കൊണ്ടുപോകില്ല. സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പിടിപ്പിക്കും, ശിക്ഷ തരേണ്ടടുത്ത് ശിക്ഷ തന്നിരിക്കും, ഉപദേശം തരേണ്ടടുത്ത് ഉപദേശം തന്നിരിക്കും. ഇങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ഈ കാര്യം സാധിച്ചും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ നന്ദി ശരിക്കും നമ്മുടെ ഉപാസനാമൂർത്തിക്ക് കൊടുക്കുന്നില്ല, അല്ലെ നമ്മുടെ കാവൽ മാലായിക്കല്ല നമ്മളത് കൊടുക്കുന്നത്. നമ്മൾ ഈ നന്ദി കൊടുക്കുന്നത് എവിടെ? മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ കൃത്രിമമായി അല്ലെ വ്യാജത്താൽ അവിടെ വലിഞ്ഞേറിയിരിക്കുന്ന ആശ്രിക ശക്തികൾക്കാണ് പോയി നമ്മൾ അതിന്റെ നന്ദിയും മെഴുകുതിരിയും അതും ഇതോ കൊണ്ട് കൊടുക്കുന്നത്. അവിടുത്തെ പ്രതിമയിലൊക്കെ ഒരിക്കലും പോസിറ്റീവ് ശക്തികളായിരിക്കില്ല ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കാനുള്ള വ്യവസ്ഥയും ഇല്ല. പക്ഷെ നമുക്കിതേ അറിവുള്ളൂ. അപ്പൊ ഈ അറിവ് വെച്ചും കൊണ്ട് നമ്മൾ പോയി നന്ദി പ്രകടിപ്പിക്കുന്നതെല്ലാം ഇതേപോലെ ഏതെങ്കിലും പ്രതിമകളിലോ വിഗ്രഹങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ ആശ്രിക ശക്തികൾ അവിടെയൊക്കെ കറങ്ങി നടന്ന് നമ്മളെ സ്വാധീനിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിധ തിരിച്ചറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും കബളിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ സത്യം തിരിച്ചറിയുക. നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന പേരിലോ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന രൂപത്തിലോ ഒന്നും അല്ല നിങ്ങളുടെ ഉപാസന മൂർത്തി അല്ലെങ്കിൽ കാവൽ മാലാഖ നിങ്ങളുടെ പിറകെ ഉള്ളത് എന്ന സത്യം തിരിച്ചറിയണം. അത് ആരാണ് എന്താണെന്നൊക്കെ ഞാൻ ഈ പറയുന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങളുടെ ആത്മാവിലൂടെ തന്നെ നിങ്ങൾക്കത് വ്യക്തമാവും. അങ്ങനെ വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തമായ ആ ശക്തിയെ നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താം, അല്ലെങ്കിൽ നന്ദി പറയാം. ഒരിക്കലും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോകരുത്. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു വരാത്ത കാലത്തോളം ഈ വിധ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരൂല. നിങ്ങൾക്ക് അത്രയും പക്വത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കിട്ടും. പക്ഷെ വെളിപ്പെട്ട് കിട്ടിയാലും നിങ്ങൾ പിന്നെ ഒരിക്കലും ഈ അദൃശ്യ ശക്തിയെ ദൈവമെന്ന് വിളിച്ച് കാര്യം സാധിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കൂല. നിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി പ്രകൃതിയാം ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്, ആ ദൈവം തന്നെയാണ് ഇതെല്ലാം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ വളരെ സത്യസന്ധമായി ജീവിക്കാൻ തുടങ്ങിയിരിക്കും, അല്ലെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ ജീവിച്ചിരിക്കും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.